അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു പോക്കറ്റ് ഷവർമയാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പോക്കറ്റ് ഷവർമക്ക് വേണ്ട പോക്കറ്റ് തയ്യാറാക്കാം. അത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ബ്രെഡ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ നടുഭാഗം ഇതുപോലെ അങ്ങ് കട്ടായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കറ്റ് ഷവർമക്ക് വേണ്ട പോക്കറ്റ്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നമ്മൾ ഇതിന് പുറത്തൊരു കോട്ടിങ് കൊടുത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയണ്ട. അതിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമുണ്ട്. ബാക്കിയുള്ളതൊന്ന് പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കാം. അപ്പോൾ ഞാനൊരു 5 ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള 5 വെച്ചിട്ട് നമുക്ക് 10 പോക്കറ്റ് ഷവർമ തയ്യാറാക്കാം. പിന്നെ നമ്മുടെ ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും തുറന്നിരിക്കരുത്. ഇനി തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം അല്ലെങ്കിൽ മൈദ എന്തെങ്കിലും തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓയിലെല്ലാം ഇതിനുള്ളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡൊന്ന് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുത്ത ശേഷം ഈ ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന ശേഷം വേണം നമുക്കിത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷവർമക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ക്യാബേജ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുക്കുംബർ, തക്കാളി, ലെറ്റ്യൂസൊക്കെ വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുത്ത് ചേർക്കുന്നുണ്ട്. വേവിക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഷവർമക്കൊക്കെ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോക്കറ്റിലേക്ക് നിറക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് എടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല 2 പോക്കറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് നമുക്ക് കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ മസാല വെച്ചിട്ട് നമുക്ക് ഇതുപോലെ 20 പോക്കറ്റ് ഷവർമ തയ്യാറാക്കാം. നമ്മളിപ്പോൾ 10 തയ്യാറാക്കിയിട്ടുള്ളൂ. ഒരു 10 കൂടി തയ്യാറാക്കാനുള്ള മസാല ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണല്ലോ ഇത് കഴിക്കാൻ. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.